27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി. സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും സ്വയം അകന്നു നിൽക്കുക. പ്രൊഫഷണലുകൾക്ക് ചെറിയ യാത്രകൾ നടത്തുവാൻ കഴിയും. ശുഭകരമായ വാർത്ത ശ്രവിക്കും. ഉദ്യോഗത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. വിദ്യാഗുണം ലഭിക്കും. താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്തുവാൻ മേലുദ്യോഗസ്ഥർ സഹായിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭ്യമാകും. ജോലിസ്ഥലത്ത് പുതിയ ചുമതലകൾ കൈവരും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. എപ്പോഴും കർമ്മനിരതനായിരിക്കണം. അലസത കഷ്ടതകൾ വരുത്തും. കുടുംബപരമായ അസ്വസ്ഥതകൾ ഉടലെടുക്കും. തെറ്റിദ്ധാരണകൾ വന്നു ഭവിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ, കടങ്ങൾ എന്നിവ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സ്ത്രീകൾ മൂലം മാനഹാനി സംഭവിക്കാം. അടുത്ത ബന്ധുക്കൾ ശത്രുക്കളാകും. സർപ്പദോഷം സംഭവിക്കാം. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ജീവിതത്തിൽ വിവിധ മേഖലകളിൽ പണം ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ പണത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടാം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് സമയം മികച്ചതാണ്. പരിശ്രമങ്ങൾ ശരിയായ ലക്ഷ്യത്തിൽ എത്തിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം എന്നിവ ഉണ്ടാകും. തൊഴിൽ രംഗത്തു നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യം സുഖപ്രദം ആയിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുതിയ ചങ്ങാത്തങ്ങൾ ഉടലെടുക്കും. സ്ത്രീകൾക്ക് ആഭരണ വസ്ത്രാദി ലാഭം ഉണ്ടാകും. പ്രണയബന്ധം ശക്തമായി തീരും. സാമ്പത്തിക ശ്രമങ്ങൾ വിജയിക്കും. പണം സമ്പാദിക്കുവാനുള്ള വഴികൾ മുന്നിൽ വരും. അടുത്തത് പൂയം നക്ഷത്രമാണ്. കഴിവുകളും ആത്മവിശ്വാസവും വർദ്ധിക്കും. ജോലിസ്ഥലത്ത് ഉയർച്ച വന്നു ഭവിക്കും. വിവേകത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വിജയം സമ്മാനിക്കും. ചുമതലകൾ കൃത്യമായി നിറവേറ്റും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കർമ്മരംഗം ഉഷാറാകും. ബന്ധുഫലം വർദ്ധിക്കും. ധനനേട്ടം ഉണ്ടാകും. ഏകാഗ്രത വർദ്ധിക്കും. കുടുംബജീവിതം സന്തോഷകരമാവും. വീട്ടിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം വളരും. ആരോഗ്യം ശ്രദ്ധിക്കുക. അടുത്തത് മകം നക്ഷത്രമാണ്. വ്യവഹാര വിജയം ഉണ്ടാകും. ദേവാലയ ദർശനം സാധ്യമാകും. കഠിനാധ്വാനം ഗുണം ചെയ്യും. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. റിസ്ക് എടുക്കാതെ ഇരിക്കുക. വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പുതിയ അവസരങ്ങൾ കൈവരും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. അകന്നു കഴിയുന്നവർ ഒന്നിക്കുവാൻ അവസരം ഉണ്ടാകും. സമൂഹത്തിൽ സ്ഥാനവും അതുപോലെ അംഗീകാരവും വർദ്ധിക്കുവാൻ ഇടയുണ്ട്. മറ്റുള്ളവരുടെ ആദരവ് നേടും. വിദ്യാവിജയം ഉണ്ടാകും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. അകന്നു നിന്നവർ അനുകൂലികളാകും. സ്ത്രീകൾക്ക് നല്ല സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കും. പുതിയ വീട്, ഭൂമി, വാഹനം എന്നിവ വാങ്ങുവാൻ ആലോചിക്കും. ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഫലങ്ങൾ വളരെയധികം സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യും. അടുത്തത് അത്തം നക്ഷത്രമാണ്. ശരീരസുഖം കുറയും. സുഹൃത്തുക്കളിൽ ചിലരുമായി വിരോധം ഉണ്ടാകും. സ്ഥാനമാറ്റം, ധനനഷ്ടം, പണസംബന്ധമായ നിയമ നടപടികൾ എന്നിവ ഉണ്ടാകും. ശത്രുക്കൾ വർദ്ധിക്കും. ആരെയും വിശ്വാസപൂർവ്വം ഒന്നും ഏൽപ്പിക്കാതെ ഇരിക്കുക. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ജാമ്യം നിൽക്കരുത്. വാഹനം ഉപയോഗിക്കുന്നവർ കരുതലോടുകൂടി ഇരിക്കുക. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. ധാരണയില്ലാതെ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുന്നത് ധനനഷ്ടത്തിന് കാരണമാകും. അടുത്തത് ചോതി നക്ഷത്രമാണ്. സന്താനങ്ങൾക്ക് സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രൊഫഷണലുകൾക്ക് ചെറിയ യാത്രകൾ നടത്തുവാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ വിപണികളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുകയും പുതിയ സേവനമോ ഉൽപ്പന്നമോ ആരംഭിക്കുവാൻ പദ്ധതി ഇടുകയോ ചെയ്തേക്കാം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. അടുത്ത ആളുകളിൽ നിന്നും അനാവശ്യമായ ഉപദേശം കാരണം ബിസിനസ്സുകാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ആരെയും അന്ധമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കുക. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സംഗതികൾ സംജാതമാകും. സ്ത്രീകൾ മൂലം അസ്വസ്ഥതകൾക്ക് സാധ്യത. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ചില സാമ്പത്തിക പരിമിതികൾ നേരിടേണ്ടി വരും. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക. നിർണായക സമയങ്ങളിൽ ആത്മനിയന്ത്രണം പാലിക്കുന്നതിനാൽ ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ ആകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള എതിർപ്പുകൾ കരുതലോടെ ഇരിക്കുക. ആരോഗ്യപരമായി കരുതൽ വേണം.
ആശയവിനിമയ വിടവ് ഒഴിവാക്കുവാനുള്ള പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കിടുന്നത് തുടരുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. കീർത്തി, പദവി എന്നിവ ലഭിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തുകയും എല്ലാവരാലും അഭിമാനിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വിദേശത്ത് പോകുവാൻ തയ്യാറുള്ളവർക്ക് വളരെയധികം പരിശ്രമിക്കേണ്ടി വരും. വിമർശിച്ചുകൊണ്ടിരുന്നവർ അനുകൂലമായി സംസാരിക്കും. സമ്മാന ലാഭവും സഹപ്രവർത്തകരുടെ പിന്തുണയും, അതുപോലെ തന്നെ മുതിർന്നവർ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ആത്മവിശ്വാസം ജോലിസ്ഥലത്തെ വലിയ സ്വത്തായിരിക്കും. ഉയർന്ന അധികാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം തേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും. യാത്രാഗുണം ഉണ്ടാകും. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും. അനുകൂലമായ വിവാഹബന്ധം വന്നു ചേരും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകും. കുടുംബസുഖം ഉണ്ടാകും. ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകും. കർശനമായ ഭക്ഷണക്രമം പിന്തുടരുവാൻ ശ്രമിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും ലഭിക്കും. യാത്ര മുഖാന്തരം ഗുണം ലഭിക്കും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാർക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആയതിനാൽ തന്നെ അവർ അവരുടെ ആക്ഷൻ പ്ലാനുകൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യേണ്ടതായുണ്ട്. അടുത്തത് ചതയം നക്ഷത്രമാണ്. സ്വത്തുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടുവാനാകും. ബിസിനസ്സുകാർ അവരുടെ പ്രൊജക്റ്റുകളിലും മറ്റും മത്സരാർത്ഥികളെ വിജയിപ്പിക്കുവാനുള്ള ഇടപാടുകളിലും രഹസ്യാത്മകത ഉറപ്പാക്കേണ്ടതുണ്ട്. ബന്ധുജനങ്ങളുടെ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കും. സുഖസൗകര്യങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാകും. എല്ലാ രംഗത്തും അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിലില്ലാത്തവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. വിവാഹത്തിന് യോഗ്യരായവർക്ക് നല്ല വാർത്ത ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. കുടുംബപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തിരക്കുള്ള ദിനചര്യയിൽ സമയം ചെലവഴിക്കേണ്ടതായി വരും. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. ദൈവിക ചിന്ത ഉടലെടുക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കും. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പങ്കാളി വഞ്ചിച്ചേക്കാം. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാട് നടത്തുമ്പോൾ പേപ്പർ വർക്കൊക്കെ വിശദമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.